മോർണിംഗ് മൈ ഡിയർ ഫീച്ചർ CMAs. എൻ്റെ പേര് രഞ്ജിത രവീന്ദ്രൻ. ഇപ്പം നമ്മുടെ ചാനലിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? സ്മാർട്ട് സ്റ്റഡി പ്ലാൻ പോയിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പം നിങ്ങൾ 8 സബ്ജക്റ്റിനും എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പം ഞാൻ എൻ്റെ സബ്ജക്റ്റുമായിട്ട് എത്തിയിരിക്കുകയാണ്. എൻ്റെ സബ്ജക്റ്റ് എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പിൽ എൻ്റെ സബ്ജക്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. നമ്മുടെ പേപ്പർ നമ്പർ 8 നമ്മുടെ സ്വന്തം കോർ സബ്ജക്ട് അല്ലേ? കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ സ്വന്തം കോർ സബ്ജക്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നൊരു പേപ്പറാണ് പേപ്പർ നമ്പർ 8. മിക്കവാറും കുട്ടികൾക്ക് ഗ്രൂപ്പ് പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേപ്പറാണ് പേപ്പർ നമ്പർ 8. അത്ര സിമ്പിളാണ്. നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ കുറച്ചൊരു ABC അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്, നിങ്ങൾ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്? നിങ്ങളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്? നിങ്ങളുടെ കഴിഞ്ഞ അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് 2023 ഡിസംബർ അറ്റംപ്റ്റിലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് 2 സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്ഷൻ A ഉണ്ട്, സെക്ഷൻ B ഉണ്ട്. ഓക്കെ, സെക്ഷൻ Aയിൽ ഒരു ക്വസ്റ്റ്യനും സെക്ഷൻ Bയിൽ നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. ഓക്കെ, സെക്ഷൻ Aയിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും സെക്ഷൻ Bയിൽ നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. സെക്ഷൻ Aയിൽ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ നിങ്ങൾക്ക് 15 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സെക്ഷൻ Aയിൽ ആകെ സിംഗിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ, പക്ഷെ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് 15 സബ് ക്വസ്റ്റ്യൻസ് കാണും. ഈ 15 സബ് ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വെയിറ്റേജ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആകെ മൊത്തം 30 മാർക്ക് വെയിറ്റേജ് സെക്ഷൻ Aയിൽ ഒറ്റ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് കിട്ടും. ഈ സെക്ഷൻ Aയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റില്ല. നിങ്ങളത് എല്ലാ സബ് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് തന്നെ പോകണം. ഓക്കെ, ഇതിനകത്ത് ഒരെണ്ണം പോലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും നോക്കിയേ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കി, നിങ്ങൾക്ക് എല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ? വന്നിരിക്കുന്ന 15 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന് ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷനിൽ നിന്ന് 4 ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. 2 മാർക്സ് ആയതുകൊണ്ട് തന്നെ തിയറി ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് 1 വേർഡ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 1 മാർക്ക് കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി പ്രോബ്ലം ടൈപ്പ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്ത് ആൻസർ കാണിച്ചാൽ മതി. നിങ്ങൾക്ക് 2 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇനി സെക്ഷൻ Bയിലേക്ക് വരുമ്പോൾ സെക്ഷൻ Bയിൽ നിങ്ങൾക്ക് ആകെ മൊത്തം 7 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 7 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻ വരും? 7 ക്വസ്റ്റ്യൻ വരും. 7 ക്വസ്റ്റ്യനിൽ 5 എണ്ണം അറ്റൻഡ് ചെയ്യാൻ മതി. ഈച്ച് ക്വസ്റ്റ്യനും 14 മാർക്ക് വെയിറ്റേജ് ആണ്. നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യൻ സെക്ഷൻ Bയിലുണ്ട്, അതിൽ തന്നെ 5 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 14 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനകത്തും സബായിട്ട് A ഉം B ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്താ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 14 മാർക്ക് വെയിറ്റേജ് വരുന്ന ക്വസ്റ്റ്യൻസ് 2 to 8 ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. 2ൽ തന്നെ 2A ക്വസ്റ്റ്യനും കാണും, 2B ക്വസ്റ്റ്യനും കാണും. 2Aക്ക് ചിലപ്പോൾ 7 മാർക്കും 2Bക്ക് ചിലപ്പോൾ 7 മാർക്കും ആയിരിക്കും നിങ്ങൾക്ക് വെയിറ്റേജ് വരുന്നത്. ചിലപ്പോൾ 2Aക്ക് നിങ്ങൾക്ക് 10 മാർക്കും 2Bക്ക് നിങ്ങൾക്ക് 4 മാർക്കും ആയിരിക്കും വെയിറ്റേജ് വരുന്നത്. എങ്ങനെ കളിച്ചാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് ടോട്ടൽ 14 മാർക്ക് വെയിറ്റേജ് വരും. ഇപ്പം നിങ്ങൾ 2Aയും 2Bയും എഴുതണം. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം 2, 3, 4, 5, 6, 7, 8 7 ക്വസ്റ്റ്യൻസ്. ഈ 7 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 3യുടെ Aയും Bയും അറിയാമെങ്കിൽ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത് 3 ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ്റെ ആണോ Aയും Bയും അറിയാവുന്നത് അത് അറ്റൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ 7 ക്വസ്റ്റ്യനകത്ത് തന്നെ ഒരെണ്ണം കമ്പൽസറി തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ തിയറി ക്വസ്റ്റ്യനകത്ത് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒരെണ്ണം മസ്റ്റ് ആയിട്ട് കാണും. ഓക്കെ, നിങ്ങളുടെ 7 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി തിയറി ആയിരിക്കും. ആ കമ്പൽസറി തിയറിയിൽ തന്നെ ഒരു പാർട്ടിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തായാലും ചോദിക്കും. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ള കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ഏരിയ ആണ് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് ഈ ഒരു സിംഗിൾ അറ്റംപ്റ്റിന് വേണ്ടി പഠിക്കേണ്ടേ എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പർട്ടിക്കുലർ അറ്റംപ്റ്റ്, അതായത് നമ്മുടെ 2024 ജൂൺ അറ്റംപ്റ്റിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഏതൊക്കെ പാർട്ടാണ് കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ടത്, അങ്ങനെ ഏതൊക്കെ പാർട്ട് നിങ്ങൾ കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് എക്സാമിഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ അറ്റംപ്റ്റിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ ഒരു അറ്റംപ്റ്റിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി
നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ തന്നെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ പേപ്പറിനെ 3 സെക്ഷനായിട്ട് തിരിച്ചിട്ട് അവർ കുറച്ച് മാർക്കിന്റെ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ മാർക്കിന്റെ വെയിറ്റേജിനെ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്ഷൻ എയിൽ വന്നു കഴിഞ്ഞാൽ 40 മാർക്ക് വെയിറ്റേജ് അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ചില അറ്റംപ്റ്റിൽ നമുക്കൊരു 50 മാർക്ക് തൊട്ട് 55 മാർക്ക് വരെയുള്ളത് സെക്ഷൻ എയിൽ നിന്ന് മാത്രം ചോദിക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പർട്ടിക്കുലർ കൺസെപ്റ്റിന് ചിലപ്പോൾ 50 തൊട്ട് 55 മാർക്ക് വെയിറ്റേജ് വരെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ തരുന്ന വെയിറ്റേജിനെ നിങ്ങൾ വിശ്വസിക്കരുത്. പിന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്ങിലായിരിക്കും നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? കോസ്റ്റ് ഷീറ്റ് പഠിക്കാൻ പോകുന്നത് ആണേ. അതിന് ശരിക്കും ഒരു 5 മാർക്ക് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളൂ. അതിന് നേരെ വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് ബുക്ക് കീപ്പിങ്ങിലായിരിക്കും നിങ്ങൾ റെക്കൺസിലിയേഷൻ പഠിക്കാൻ പോകുന്നത് ആണേ. ചിലപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ക്വസ്റ്റ്യൻ 14 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ ചിലപ്പം കോസ്റ്റ് ബുക്ക് കീപ്പിങ്ങും റെക്കൺസിലിയേഷനും കൂടെ ചേർത്ത് ചോദിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 15 മാർക്ക് വെയിറ്റേജ് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും. ഇതിന് പുറമെ ചിലപ്പോൾ ഇന്റഗ്രൽ അക്കൗണ്ടിങ്ങോ നോൺ ഇന്റഗ്രൽ അക്കൗണ്ടിങ്ങോ ചോദിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 20 to 25 മാർക്ക് ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് അവർ ചോദിക്കാം. ഓക്കെ, പറയാൻ പറ്റില്ല. 40-ൽ കൂടുതൽ വെയിറ്റേജ് ഒരു പക്ഷേ നമുക്ക് ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. അപ്പൊ ഈ വെയിറ്റേജിനെ വിശ്വസിച്ച് നിങ്ങൾ പഠിക്കാനിരിക്കരുത്. നമുക്കൊരു ABC അനാലിസിസ് നടത്താം. ഞാൻ ടൈപ്പ് A എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ടൈപ്പ് B എന്ന് പറയുന്നത് A പഠിച്ച് തീർത്ത ഉടനെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ടൈപ്പ് B ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല അതിന്റെ അർത്ഥം. ചാൻസസ് ടൈപ്പ് Bക്ക് കുറവായിരിക്കും. ടൈപ്പ് C എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചില്ല എങ്കിലും സ്കിപ്പ് ചെയ്താലും വലിയ കുഴപ്പമില്ലാത്ത ഏരിയാസിനാണ് ഞാൻ ടൈപ്പ് Cയിൽ ഇടാൻ പോകുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 1 വേർഡ് ഞാൻ പറഞ്ഞില്ലേ 15 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് ഈച്ച് കിട്ടുമെന്ന്. ആ 2 മാർക്ക് കിട്ടാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹോൾ സിലബസ് പഠിക്കേണ്ടി വരും. ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എവിടുന്നാ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ഏരിയ നമ്മൾ ഇപ്പം തൽക്കാലം മാറ്റി നിർത്തുകയാണ്. നമ്മൾ പകരം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ലേ, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പർട്ടിക്കുലർലി പഠിക്കേണ്ട പോർഷൻസ് ആണ് ഞാൻ പറയുന്നത്. ആ പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കളിച്ചാലും നിങ്ങൾക്ക് 1 വേർഡിൽ എവിടെയെങ്കിലും ആ പോർഷൻസ് കയറി വരും. അപ്പം നിങ്ങൾക്ക് എങ്ങനെ കളിച്ചാലും 1 വേർഡ്സിൽ നിന്ന് ഒരു 10 മാർക്കെങ്കിലും മിനിമം സ്കോർ ചെയ്യാൻ പറ്റും. പ്ലസ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ 70 മാർക്ക് കൂടെ ചേർത്തിട്ട് 80 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, മിനിമം ഞാൻ മാക്സിമം അല്ല പറയുന്നത്, മിനിമം. ചിലപ്പം ഞാൻ C ടൈപ്പിൽ എന്ന് പറയണ ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യനേ ചോദിക്കില്ലായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് 100 മാർക്കും സ്കോർ ചെയ്യാൻ Eയും Bയും പഠിച്ചാൽ മതി. C നിങ്ങൾ സ്കിപ്പ് ചെയ്താലും വലിയ കുഴപ്പമില്ല. ഓക്കെ, ടൈപ്പ് A, ടൈപ്പ് B, ടൈപ്പ് C ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ പഠിക്കേണ്ട ഏരിയയും അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, നമുക്ക് ഓരോ സെക്ഷനിലേക്കും വരാം. സെക്ഷൻ Aയിൽ ഫസ്റ്റ് വരുന്നത് എന്താ? ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ശരിക്കും പറഞ്ഞു നിങ്ങൾ ടൈപ്പ് Cയിലിട്ടോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഒന്നും അതിലില്ല. ദെൻ 2 വരുന്നത് എന്താണ്? ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ടേംസ്. ഇത് ശരിക്കും ടൈപ്പ് Bയിൽ വരുന്ന ഐറ്റംസ് ആണ്, പഠിക്കേണ്ടതാണ്, എന്നാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് 1 വേർഡ് ഒക്കെ ഏരിയയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. ഏതൊക്കെയായിരിക്കും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ടേംസ്? കോസ്റ്റ്, കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ടേംസ്. പഠിക്കേണ്ട സാധനമാണ്. പക്ഷേ ടൈപ്പ് Bയിലിട്ടോ നിങ്ങൾക്ക് സമയം അനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അടുത്തത് എലമെന്റ് ഓഫ് കോസ്റ്റ് ടൈപ്പ് A ആണ്. എലമെന്റ് ഓഫ് കോസ്റ്റ് ശരിക്കും ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ കിടക്കുന്ന എലമെന്റ് ഓഫ് കോസ്റ്റിംഗ് അല്ല. നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളിലെ കോസ്റ്റ് അസർടൈൻമെന്റ് എലമെന്റ് ഓഫ് കോസ്റ്റ്, അതാണ് ടൈപ്പ് Aയിൽ വരുന്നത്. അതിൽ തന്നെ ടൈപ്പ് Aയും ടൈപ്പ് Bയും ഉണ്ട്. അത് ഞാൻ ഡിഫറൻറ്റ് പറഞ്ഞു തരാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് B ടൈപ്പ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 1 വേർഡിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. പക്ഷേ ടൈപ്പ് Aയിലേക്ക് ഞാൻ ഇടുന്നില്ല. ഓക്കെ, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ ടൈപ്പ് A ആണ്. നിങ്ങൾക്ക് ഒരു 10 അറ്റംപ്റ്റ്, നിങ്ങൾ കഴിഞ്ഞ ഒരു 10 അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ആ 10 അറ്റംപ്റ്റിലും കോസ്റ്റ് ഷീറ്റ് ഉണ്ട് എങ്കിൽ പോലും 11ാമത്തെ അറ്റംപ്റ്റിലും കോസ്റ്റ് ഷീറ്റ് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വെച്ചിരിക്കണം. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കോസ്റ്റ് ഷീറ്റ് ഇല്ലാത്ത വളരെ വിരളമായിട്ടുള്ള അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് കോസ്റ്റ് ഷീറ്റ് കിട്ടാതിരിക്കത്തുള്ളൂ. കോസ്റ്റ് ഷീറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ടൈപ്പ് A ആണ്. ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ എലമെന്റ് ഓഫ് കോസ്റ്റ്. എലമെന്റ് ഓഫ് കോസ്റ്റിൽ ശരിക്കും നമുക്ക് 4 എലമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർഹെഡ്. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ്
ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓവർ ഹെഡ് കിട്ടും ആണ്. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. കോസ്റ്റ് ഷീറ്റിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്, ഞാൻ വെറുതെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. കോസ്റ്റ് അസൈൻമെന്റിൽ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് നിങ്ങൾ ടൈപ്പ് എയിലിട്ടു. മെറ്റീരിയൽ കോസ്റ്റ് നിങ്ങൾ ടൈപ്പ് എയിലിട്ടു, ലേബർ കോസ്റ്റ് നിങ്ങൾ ടൈപ്പ് ബിയിലിട്ടു. അതെന്താ മിസ്സേ, മെറ്റീരിയൽ കോസ്റ്റ് ടൈപ്പ് എയിലും ലേബർ കോസ്റ്റ് ടൈപ്പ് ബിയിലും. മെറ്റീരിയൽ കോസ്റ്റ് കഴിഞ്ഞ അറ്റംപ്റ്റ് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ അറ്റംപ്റ്റ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മെറ്റീരിയൽ കോസ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട്. തിയറി പാർട്ടിൽ ബിൽ ഓഫ് മെറ്റീരിയലിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് നിങ്ങൾക്ക് ചോദ്യം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ അറ്റംപ്റ്റ് നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മെറ്റീരിയൽ നിങ്ങൾ ടൈപ്പ് എയിലിട്ടു. ലേബറിനെ കുറിച്ച് ലാസ്റ്റ് അറ്റംപ്റ്റ് ചോദിച്ചതുകൊണ്ട് ഈ അറ്റംപ്റ്റ് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ചോദിക്കാം. എന്നാൽ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ടൈപ്പ് ബിയിൽ ലേബറിനെ പിടിച്ചിട്ടു. എക്സ്പെൻസ് ടൈപ്പ് എയിലിടുക, കാരണം ലാസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് ചോദിച്ചിട്ടില്ല, അപ്പൊ ഈ അറ്റംപ്റ്റ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓവർ ഹെഡ് ടൈപ്പ് ബിയിലിട്ടോ, കാരണം ലാസ്റ്റ് അറ്റംപ്റ്റ് ഓവർ ഹെഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ അറ്റംപ്റ്റ് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ ഡിഫറൻസ് അറിഞ്ഞു വെക്കുക. ഓക്കെ, ദെൻ അടുത്തത് മൊഡ്യൂൾ നമ്പർ 3, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് മക്കളെ? വെരി 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 ഇമ്പോർട്ടൻറ്റ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ നമ്പറും പേരും എങ്കിലും പഠിച്ചു വെക്കുക. 1 വേർഡിൽ എന്തായാലും ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചോദിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 7 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം കമ്പൽസറി തിയറിയാണ്, അതിനകത്ത് എന്തായാലും ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചോദിക്കും. ചിലപ്പോൾ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സോ അതല്ലെങ്കിൽ നമ്മുടെ 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ എക്സ്പ്ലനേഷനോ ചോദിക്കാം. 24 കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാൻഡേർഡിന്റെ എക്സ്പ്ലനേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ കൃത്യം 14 മാർക്കിന് സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രം വരും. അങ്ങനെ വരുന്ന അറ്റംപ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 14 മാർക്കിനാണ് വരുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് തന്നില്ലേ, ആ ഫോർമാറ്റിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എഴുതി വെക്കുക. അല്ല, നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, 1 വേർഡ് ആണ് ചോദിക്കുന്നതെങ്കിലും എന്റെ ഫോർമാറ്റിലുള്ള ഇൻഫർമേഷൻ എഴുതി വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ചില കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഫോർ എക്സാമ്പിൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 6. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 6 എന്താ മക്കളെ? മെറ്റീരിയൽ ആണ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർ മൊഡ്യൂൾസിൽ മെറ്റീരിയലിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 1 വേർഡ് ആയിട്ടല്ല, നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 6 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 6നെ കുറിച്ച് ഈ പർട്ടിക്കുലർ മൊഡ്യൂളിൽ, അതായത് മൊഡ്യൂൾ നമ്പർ 3ൽ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷന് പുറമേ നമ്മൾ അസൈൻമെന്റ് ഓഫ് കോസ്റ്റിൽ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിച്ചപ്പോൾ എക്സ്ട്രാ കുറെ കാര്യങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ, അതും കൂടി എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ചാലേ നിങ്ങൾക്ക് മാർക്ക് ഫുൾ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഇനി അടുത്ത എന്താണ്? അടുത്ത നമ്മൾ വരാൻ പോകുന്നത് കോസ്റ്റ് ബുക്ക് കീപ്പിങ്ങിലേക്കാണ്. കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എന്തായാലും നിങ്ങൾക്ക് ചോദിക്കും. ഈ കോസ്റ്റ് ബുക്ക് കീപ്പിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ കയറി വരട്ടെ, പക്ഷെ കയറി വന്നിരിക്കുന്നത് ഇൻട്രൊഡക്ഷനിലാണെന്നേ ഉള്ളൂ. കോസ്റ്റ് ബുക്ക് കീപ്പിങ്ങിൽ നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെക്കൺസിലിയേഷൻ പഠിക്കണം. ഞാൻ പറഞ്ഞു റെക്കൺസിലിയേഷൻ്റെ ഒപ്പം തന്നെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കാം. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് കോസ്റ്റ് ഷീറ്റും ഫിനാൻഷ്യൽ പ്രോഫിറ്റും തമ്മിൽ റെക്കൺസൈൽ ചെയ്യാൻ ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം നിങ്ങളത് പഠിച്ചു വെച്ചിരിക്കണം. അത് ടൈപ്പ് ചെയ്യാണ്. ദെൻ ഇന്റഗ്രൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ടൈപ്പ് ബിയിലിട്ടു, കാരണം ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഇന്റഗ്രൽ അക്കൗണ്ടിംഗ് സിസ്റ്റവും അതിന്റെ ജേർണലൈസേഷനും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഏതായിരിക്കും വരാൻ ചാൻസ്? നോൺ ഇന്റഗ്രൽ അക്കൗണ്ടിംഗ് സിസ്റ്റം. ഈ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് നോൺ ഇന്റഗ്രൽ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെ നിങ്ങൾ ടൈപ്പ് എ ആയിട്ട് വെച്ച് പഠിച്ചോളുക. ഓക്കെ, ദെൻ അടുത്തത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഇസ് വെരി സിമ്പിൾ. 5 മെത്തേഡാണ് നിങ്ങൾക്കുള്ളത്. ഏതൊക്കെ? ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, സർവീസ് കോസ്റ്റിംഗ്, അല്ലെ? 5 മെത്തേഡാണ്. അതിൽ തന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗും പ്രോസസ് കോസ്റ്റിംഗും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിന്റെ ഹെൽത്ത് കെയർ സെല്ലും. ഓക്കെ, ഏതൊക്കെ? കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിലെ ഹെൽത്ത് കെയർ സെക്ടറും കഴിഞ്ഞ അറ്റംപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 3 നിങ്ങൾ ബി സെക്ഷനിൽ ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഈ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് കൂടുതൽ ഏതൊക്കെയാ? ജോബ് കോസ്റ്റിംഗും ബാച്ച് കോസ്റ്റിംഗും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിലെ തന്നെ ട്രാൻസ്പോർട്ടും ഹോട്ടലും. ഓക്കെ, അപ്പം ഈ 4 ഐറ്റംസ് നിങ്ങൾ ടൈപ്പ് എയിലിട്ടോ, ബാക്കി 3 ഐറ്റം നിങ്ങൾ ടൈപ്പ് ബിയിലിട്ടോ.
ഓക്കെ, ജോബ് കോസ്റ്റിംഗ് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ബാച്ച് കോസ്റ്റിംഗ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സർവീസ് കോസ്റ്റിംഗിൽ തന്നെ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസിനെ കുറിച്ചും ഹോട്ടൽ സർവീസിനെ കുറിച്ചുള്ള കോസ്റ്റിംഗ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാൻ ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെത്തഡ് ഓഫ് കോസ്റ്റിംഗിൽ ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 30 മാർക്ക് വെയിറ്റേജ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിനിമം 3 ക്വസ്റ്റ്യൻസ് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നിന്ന് വരാം. 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ്റെ എയും ബിയും വരാം, എയും ബിയും വരാം. ഇത് ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ 3A ചിലപ്പം ജോബ് കോസ്റ്റിംഗ് ചോദിക്കാം, 3B നിങ്ങൾക്ക് ബാച്ച് കോസ്റ്റിംഗ് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടുകൂടെ ചേർത്ത് 14 മാർക്കിന് ചോദിക്കാം. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മെത്തഡ് ഓഫ് കോസ്റ്റിംഗിൽ നിന്ന് വരും. ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ അറ്റംപ്റ്റിൽ കോൺട്രാക്ട് കോസ്റ്റിംഗും പ്രോസസ് കോസ്റ്റിംഗും സർവീസ് കോസ്റ്റിംഗിൽ ഹെൽത്ത് കെയറും വന്നതുകൊണ്ട് ഈ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ജോബ് കോസ്റ്റിംഗും ബാച്ച് കോസ്റ്റിംഗും ട്രാൻസ്പോർട്ടേഷനും ഹോട്ടലും ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതിനെ നിങ്ങൾ ടൈപ്പ് A ആയിട്ട് എഴുതുക, മറ്റതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് B ആയിട്ട് എഴുതുക. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. 3 ടെക്നിക്സ് ആണ്. 3 ടെക്നിക്സിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. മിനിമം 3 ക്വസ്റ്റ്യൻ ടെക്നിക്സിൽ നിന്ന് മാത്രമായിട്ട് വരും. ഓക്കെ, 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ടെക്നിക്സിൽ നിന്ന് മാത്രമായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഏതൊക്കെ ടെക്നിക്സ് ഉണ്ട്? മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉണ്ട്, ബജറ്റ് ആൻഡ് ബജറ്ററി കൺട്രോൾ ഉണ്ട്. മാർജിനൽ കോസ്റ്റിംഗിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? PV റേഷ്യോ, കോൺട്രിബ്യൂഷൻ, MOS മാർജിൻ ഓഫ് സേഫ്റ്റി, ബ്രേക്ക് ഈവൻ പോയിന്റ്. ദെൻ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുമ്പം നിങ്ങൾ പഠിക്കേണ്ടത് ലിമിറ്റിംഗ് ഫാക്ടർ ഒന്ന് പഠിച്ചു വെച്ചു, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലിമിറ്റിംഗ് ഫാക്ടറിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു വെച്ചു, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോർമൽ ഡിസിഷൻസ് ചോദിക്കും, അതിന് പുറമെ ലിമിറ്റിംഗ് ഫാക്ടറിന്റെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് സെയിൽസിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പ്രോഫിറ്റിന് വേണ്ടി നിങ്ങൾ നടത്തേണ്ട സെയിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മാർജിനൽ കോസ്റ്റിംഗിൽ പഠിച്ചാൽ മതി. ബാക്കി തിയറി സാധനങ്ങളൊക്കെ ഞാൻ ശരിക്കും നിങ്ങൾക്ക് C പാർട്ടിലിടുകയാണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് വേഴ്സസ് മാർജിനൽ കോസ്റ്റിംഗ് Bയിലിടുകയാണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ചിലപ്പോഴേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, പക്ഷെ മാർജിനൽ കോസ്റ്റിംഗിൽ നിന്ന് എന്തായാലും ചോദ്യം വരും. ഓക്കെ, ദെൻ CVP അനാലിസിസ് Bയിലിടുകയാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്തായാലും ചോദിക്കും, ഞാൻ പറഞ്ഞു Aയിലാണ്. ആപ്ലിക്കേഷനിൽ Aയിലിടുകയാണ്, പക്ഷെ അതിൽ നിങ്ങൾ ലിമിറ്റിംഗ് ഫാക്ടർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് വേരിയൻസ് അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്. ബാക്കി കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ Cയിലിടുകയാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമല്ല. പക്ഷേ കമ്പ്യൂട്ടേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് വേരിയൻസ് അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് മെറ്റീരിയൽ, മറ്റൊന്ന് ലേബർ. മെറ്റീരിയൽ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചോദിച്ചു, അതുകൊണ്ട് ഞാൻ അതിനെ B സെക്ഷനിലേക്ക് ഇടുകയാണ്. ലേബർ ഈ അറ്റംപ്റ്റിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളത് A ടൈപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ പഠിക്കേണ്ടത്? ഇപ്രാവശ്യം നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ലേബർ കോസ്റ്റിംഗ് കൂടുതൽ പഠിക്കുക. അതിനുശേഷം മെറ്റീരിയലിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. മെറ്റീരിയൽ ലാസ്റ്റ് അറ്റംപ്റ്റ് ചോദിച്ചുകൊണ്ട് ഈ അറ്റംപ്റ്റിൽ ലേബർ ചോദിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. ഓക്കെ, ദെൻ ബജറ്റ് ആൻഡ് ബജറ്ററി കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ബജറ്റ് ഉണ്ട്. അതിൽ തന്നെ പ്രൊഡക്ഷൻ ബജറ്റ് ലാസ്റ്റ് അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പോയിട്ട് നിങ്ങൾക്ക് സെയിൽസ് ബജറ്റ് ഉണ്ട്, കൺസംഷൻ ബജറ്റ് ഉണ്ട്, പിന്നെ ക്യാഷ് ബജറ്റ് ഉണ്ട്. ക്യാഷ് ബജറ്റ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാട്ടോ. ഈ അറ്റംപ്റ്റിൽ ക്യാഷ് ബജറ്റിന് കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബാക്കി ബജറ്റും പഠിച്ചോളുക, കാരണം പ്രൊഡക്ഷൻ മാത്രമേ ലാസ്റ്റ് അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ അറ്റംപ്റ്റിൽ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ബജറ്റ് ആൻഡ് ബജറ്ററി കൺട്രോളിൽ ബജറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ പഠിക്കുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ടൈപ്പ് Cയിലിട്ടു. ഓക്കെ, അഡ്വാൻറ്റേജും ലിമിറ്റേഷനും ഒക്കെ Cയിലിട്ടു, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമല്ല. പക്ഷെ ബജറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ബജറ്റ് പ്രിപ്പറേഷൻ A ആണ്. അതിൽ തന്നെ പ്രൊഡക്ഷൻ ബജറ്റ് ഈ അറ്റംപ്റ്റിൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും സാരമില്ല. ക്യാഷ് ബജറ്റ് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് നോക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ അറ്റംപ്റ്റിൽ. ഓക്കെ, ദെൻ സെയിൽസ് ബജറ്റ് ഉണ്ട്, കൺസംഷൻ ബജറ്റ് ഉണ്ട്, ഇതൊക്കെ നോക്കിക്കോ. പക്ഷെ ക്യാഷ് ബജറ്റ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കോ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ടൈപ്പ് Aയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ബാക്കിയുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും വലിയ കുഴപ്പമില്ല. ടൈപ്പ് Bയിൽ പഠിക്കുന്നതും പഠിച്ചിരിക്കണം. ലാസ്റ്റ് അറ്റംപ്റ്റ് ചോദിച്ചുകൊണ്ട് ഈ അറ്റംപ്റ്റ് ചോദിക്കാൻ ചാൻസ് ഇല്ല എന്നൊന്നുമില്ല, ചാൻസ് കുറവാണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ചാൻസ് കുറവാണ്. അതുകൊണ്ട് ടൈപ്പ് Bയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ടൈപ്പ് A നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം പഠിക്കുക. ഓക്കെ, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു 60 മാർക്സ് അപ്പോൾ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കേണ്ട 2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഒരു 5 അറ്റംപ്റ്റ്, ഒരുപാടില്ല, ലാസ്റ്റ് ഒരു 5 അറ്റംപ്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. പ്ലസ്
ഒരു 2 അറ്റംപ്റ്റിന്റെ MTP കൂടെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, പ്ലസ് നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്യുക. അതിനുശേഷം മാത്രം ഈ 2 കാര്യങ്ങളും ചെയ്യുക. പ്ലസ് 1 വേർഡിന് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഓരോ ചാപ്റ്ററിന്റെയും എൻഡിൽ നിങ്ങൾക്ക് എന്തുണ്ട്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തിയറി, അതായത് 1 വേർഡ് നിങ്ങൾക്ക് തിയറി ചോദിക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എത്ര നാൾ സമയമുണ്ട്, 1 മാസം, 30 ദിവസം. 30 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് എഴുതുന്ന ഒരാളാണെങ്കിൽ ഒരു 7.5 ഡേയ്സ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ്സസിൽ ഞാൻ ശരിക്കും 32 ക്ലാസ് വെച്ചിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലാസ് ഓൺ ആൻ ആവറേജ് ഒരു 2 hours ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾ അധികം പോകണമെന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ തിയറി ഒക്കെ എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് മീൻസ് എഴുതിക്കുന്നതാണ്, റിട്ടൺ തിയറീസ് ആയിരിക്കും. അപ്പൊ തിയറി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 60 hours ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് നിങ്ങളുടെ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് കവർ ചെയ്ത് പോകാൻ പറ്റും. 60 hours എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് 30 ദിവസമുണ്ട്, 30 days. ഒരു ദിവസം നിങ്ങളൊരു 8 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60 hours അല്ലേ? ഒരു ദിവസം നിങ്ങളൊരു 8 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും 60 hours എടുത്തു കഴിഞ്ഞാൽ കവർ ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഒരു 8 മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം എടുക്കും ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ തീർക്കാൻ? നോക്കിയേ, 856 7.5 ഡേയ്സ്. ഓക്കെ, 60 hours ഒരു ദിവസം ഒരു 8 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 7.5 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ പേപ്പർ കവർ ചെയ്യാൻ പറ്റും. സുഖമായിട്ട് കവർ ചെയ്യാം. നല്ല പോലെ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് എക്സാമിഷൻ സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ ടൈപ്പ് എ എന്തായാലും നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം ടൈപ്പ് ബി പഠിക്കുക. ഇനി പഠിക്കേണ്ട രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം കവർ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് ആണ്. ടെക്നിക്സ് കവർ ചെയ്ത് കഴിഞ്ഞുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ഒരു 30 to 35 മാർക്സ് നിനക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു സബ്ജക്ട് പേപ്പർ, ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു 30 to 35 മാർക്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പ്ലസ് നിങ്ങൾക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലും സെയിം കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അവിടുത്തെ കാര്യം ഇവിടെ തന്നെ കവറായി പൊക്കോളും. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്, ആദ്യം ടെക്നിക്സ് പഠിക്കണം. ടെക്നിക്സിൽ തന്നെ ടൈപ്പ് എ നിങ്ങൾ ആദ്യം പഠിക്കുക. അതിനുശേഷം ടൈപ്പ് ബി പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ വന്ന് പഠിക്കേണ്ടത് മെത്തഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. മെത്തഡ് ഓഫ് കോസ്റ്റിംഗിലും ടൈപ്പ് എ ആദ്യം പഠിക്കുക, ദെൻ ടൈപ്പ് ബി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോസ്റ്റ് ഷീറ്റിനാണ്, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനാണ്. അതിനുശേഷം വന്നിട്ട് നിങ്ങൾ ഇന്റഗ്രലും നോൺ ഇന്റഗ്രലും ഒക്കെ പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ ലാസ്റ്റ് നിങ്ങൾക്ക് ടൈം ഉണ്ട് എങ്കിൽ നിങ്ങൾ എലമെന്റ് ഓഫ് കോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എലമെന്റ് ഓഫ് കോസ്റ്റിലും ടൈപ്പ് എയും ടൈപ്പ് ബിയും പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് കടക്കുക. ദെൻ ലാസ്റ്റ് നിങ്ങൾ ടൈപ്പ് സി കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ച് ടൈം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പഠിക്കുക, എക്സാമിഷൻ ക്ലിയർ ചെയ്യുക, നല്ലപോലെ എക്സാം എഴുതുക. എല്ലാവരും പാസ്സാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത സബ്ജക്റ്റുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.